ഒന്നും പറഞ്ഞില്ല, കാരണം തോമച്ചേട്ടനോട് ജനറലായിട്ട് ഇതിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോമച്ചാച്ചൻ എൻ്റെ ഓർമ്മയാണ് ഉള്ളത്. ശരിക്കും ഞങ്ങൾ ഒത്തിരി വലിയ ഫാമിലിയും ജനറേഷൻ ഗ്യാപ്പ് ഒത്തിരി. ഞാൻ ഓർക്കുമ്പം ആങ്ങളമാരൊക്കെ വളരെ സീരിയസ് നേച്ചർ. കുഞ്ചാച്ചനെ എനിക്ക് ആ കാലത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ജോഷാച്ചനെയും പേടിയായിരുന്നു. ജെയിംസ് ചാച്ചന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുകയില്ല. കാരണം ജെയിംസ് ചാച്ചൻ എല്ലായിടത്തും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരു മിണ്ടാതെ എല്ലാ കാഴ്ചകളും കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ബ്രദറാണെന്ന് പോലും എനിക്ക് തോന്നിക്കാറില്ല. അപ്പം തോമച്ചാച്ചൻ മാത്രം എനിക്ക് ഫ്രീഡമായിട്ട് ആങ്ങളെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് തോമച്ചാച്ചൻ കിടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൂടെ പോയി കിടക്കും. അങ്ങനെ ഒരു ബ്രദറിലെ എഫെക്ഷൻ എനിക്ക് തോമച്ചാച്ചൻ്റെ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ബോർഡിങ്ങിൽ ഈ ശീലം ഞാനും കൂടെ മിക്കപ്പോഴും വഴക്കുണ്ടാക്കും. എന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ കരയും. തോമച്ചാച്ചന് അവധിക്കൊക്കെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ വിഷമിച്ച് ഓരോന്നൊക്കെ പറയുമ്പോൾ എന്നോട് എപ്പോഴും പല പ്രാവശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, നിനക്ക് ഞാനുണ്ടടി, നിനക്ക് ഞാനുണ്ടടി, എപ്പോഴും എന്നോട് പറയും. അപ്പം അത് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു തോമച്ചാച്ചനോട്. പിന്നെ ഈ തോമച്ചാച്ചനെ ഇവിടെ വന്ന പിള്ളേർക്കെല്ലാം തോമച്ചാച്ചനെ മതി. എല്ലാ മനുഷ്യരോടും സ്നേഹം ഈ നമുക്ക് പറയാനറിയത്തില്ല. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചവർക്കേ അറിയത്തുള്ളൂ. തോമച്ചാച്ചൻ്റെ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റി ആയിരുന്നു. ഈ വീട്ടിനകത്തൊരു ജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഷീല പറഞ്ഞതുപോലെ ഒരു മാസം മുമ്പേ ആ പഠിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, അവിടെ മലബാർ ഹൗസിൽ വേറെ രണ്ടാണുങ്ങളൊക്കെ കാണും. എന്നിട്ട് ഈ ക്രിസ്മസിനുള്ള അന്നൊക്കെ ഈ സ്റ്റാർ ഒക്കെ നമ്മൾ മേടിക്കുമല്ലോ, ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ട്, അത് കട്ടുമ്പത്തിരിക്കുമല്ലേ, ആ ഫ്രെയിം ഒക്കെ ഇട്ട് അതിലിങ്ങനെ പല വർണ്ണത്തിലുള്ള കടലാസുകളും നിങ്ങളെ ക്രിസ്മസ് വരാറില്ലേ? അതൊക്കെ നമുക്ക് ഭയങ്കര കാണുന്ന ഭയങ്കര സന്തോഷം. കുറേ നാൾ മുമ്പേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. പിന്നെ തലേദിവസം രാത്രി മാവേലൊക്കെ ലൈറ്റ് ഇടാനും പടക്കം പൊട്ടിക്കാനും ഇതിനെല്ലാം മുമ്പിൽ നിൽക്കുന്നത് തോമച്ചാച്ചൻ. അപ്പം ഭയങ്കര ആഘോഷമുള്ള ക്രിസ്മസും അങ്ങനെ ആഘോഷങ്ങളിലും എല്ലാവരോടും സ്നേഹം കാണിക്കാനും തമാശ പറയാനും മോചിച്ച് അരഞ്ഞ പിള്ളേരൊക്കെ എല്ലാ പിള്ളേർക്കും തോമച്ചാച്ചൻ എടുത്താൽ പിന്നെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ആ ഒരു സെന്റൻസ് അതിനകത്ത് മോചിച്ചെന്ന് പറയാം തോമച്ചാച്ചൻ പറയുന്നത്. എന്താ ജോഷാച്ചൻ അറിയാതെ പറഞ്ഞു എന്റെ ഗ്രഹപ്പഴക്ക് കൊച്ചിനെ എടുത്തു പോയി അത് എന്റെ ഗ്രഹപ്പഴക്ക് കൊച്ചിനെ എടുത്തും പോയി ഇറങ്ങുകയെ. പിന്നെ ചുമ്മാ തമാശ വളിപ്പുകൾ അടയ്ക്കുമായിരുന്നു. ഇപ്പൊ വളിപ്പ് പറയുന്നത് എനിക്കറിയത്തില്ല, നിങ്ങൾക്കൊക്കെ ഒരു ചുമ്മാ ഒരു വളിപ്പ് നിങ്ങൾക്കറിയാം, മത്തങ്ങ തിന്നാൻ പോയി എന്ന് പറയുന്ന പാട്ട്. അല്ല, തമാശ എന്ന് പറയാം. തോമച്ചാച്ചന്റെ വായിന്ന് ഒരു പാട്ട് ഞാൻ എപ്പോഴും ചുമ്മാ നടക്കൂല. മത്തങ്ങ തിന്നാൻ വയ്യ, തിന്നപ്പോ തൂറിച്ചപ്പോ. പിന്നെ ഈ ലൂശേച്ചും തോമച്ചാച്ചനുള്ള വഴക്കുകൾ ഞാൻ എൻ്റെ ജീവിതം മൊത്തം കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഊണുമുറിയുടെ അവിടെ ഇവർ രണ്ടും ഉണ്ടെങ്കിൽ ഏത് നേരവും ഇത്രയും വഴക്കുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഇത്രയും ഇച്ചാച്ചനെ പേടിയില്ല നടക്കുന്ന രണ്ടുപേരെ ഞാൻ അവരെ കാണും. ലൂശേച്ചി ഈ കാണുന്ന പാവമൊന്നുമല്ല. തോമച്ചാച്ചനെ ഇവിടെ ഉള്ളവരും ജെയിംസ് ചാച്ചനെയൊക്കെ വരക്കി തോമച്ചാച്ചൻ ജെയിംസ് ചാച്ചൻ എല്ലാരെയും വരച്ച വരെ നിർത്തി ഭയങ്കര നിങ്ങൾക്ക് കാണുന്ന ഈ പാവത്തന്നെ. എന്നിട്ട് ഇവര് ഇതിന്റെ മോട്ടോടെ അടുക്കളയിലോടെ അമ്മച്ചിയുടെ വട്ടത്തിലോടും. പിന്നെ ഇവര് പോകാനകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ്, അമ്മച്ചി പെട്ടിയെല്ലാം ഇങ്ങനെ ഒതുക്കിക്കൊണ്ട്. അപ്പൊ അവിടെ ചെന്നേതാണ്ട് അമ്മച്ചിയുടെ കൈ അതിനകത്ത് ജാമായിപ്പോയി. അങ്ങനെ വേന എടുത്തു. പിന്നെ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ലൂശിച്ചോട് തോമച്ചാച്ചൻ പറയുന്നത് റാഞ്ചേച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ റാഞ്ചേച്ചി എന്നോട് പറഞ്ഞു ലൂശിച്ചിട്ട് പാര വെക്കാനായിട്ട് റാഞ്ചേച്ചിയില്ല. റാഞ്ചേച്ചി പറഞ്ഞ് ചെസ്റ്റ് ട്രോയ്സ് ഇല്ല അവിടെ, അത് ആ അഴിമുറിയിലായിരുന്നു കിടന്നത്. അപ്പൊ ലൂശിച്ചിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് തടിഞ്ഞടിഞ്ഞിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു നീ പോയി അതെല്ലാം അങ്ങനെ കശക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി അതെല്ലാം കുത്തി പറിച്ചിട്ടു. ലൂശിച്ചത് തോമച്ചാച്ചനാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഈ പറഞ്ഞ പാട്ട് പാടാനും ഇങ്ങനെ എല്ലാ തരത്തിലും. പിന്നെ ആ തോമച്ചാച്ചനെ പിന്നെ ഈ പറയണക്ക് മെമ്മറിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് അറിയാം, മരിക്കുന്നത് വരെ തോമച്ചാച്ചനും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിട്ടില്ല. എപ്പോൾ എന്നെ കണ്ടാലും ഞാൻ മുത്തിയാലും എനിക്ക് എപ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഹഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. തോമച്ചാച്ചനും അറിയായിരുന്നു ആ ഫീലിങ്. അത് ഞാൻ എപ്പോഴും ഫോൺ വിളിച്ചാലും റോസ് ഫോണൊക്കെയാണ് എല്ലാവരും പറയും അത്ര അടുപ്പം കാണിക്കില്ല, എന്നോട് എപ്പോഴും സ്നേഹം കാണിക്കുമായിരുന്നു.
അതുകൊണ്ട് എനിക്കറിയായിരുന്നു ആ റിലേഷൻഷിപ്പ് ചേട്ടൻ പറഞ്ഞത് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പോവാന്ന് പറഞ്ഞു. ജെയിംസിന്റെ കല്യാണം വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ ഷീലയോട് ചോദിച്ചെന്നാ ഞാൻ എന്നാ വരുന്നതെന്ന് ചോദിച്ചെന്ന്. അത് എന്തിനാ ചോദിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വന്ന് ഇറങ്ങി രാവിലെ കണ്ണു തുറക്കുമ്പോഴതിന് ശേഷം അറിയുന്നത്. ഇത്രയൊക്കെ എനിക്കിപ്പം തോറ്റത്തിനെ പറ്റി എൻ്റെ ഓർമ്മ അത്. നെവ്യൂസിനെ റെപ്രസെന്റ് ചെയ്ത് ഞാനാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ